ഒരിക്കൽ അലിയാർ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പ്രിയതമ വീട്ടുജോലികളെല്ലാം തകൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകം ചെയ്യുന്നു, കുട്ടിയെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, എല്ലാം പെട്ടെന്ന് ചെയ്യുകയാണ്. അലിയാർ തങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയായിരുന്നു. തങ്ങൾ ചോദിച്ചു, ബീവി കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നതെന്തേ? അവിടുന്ന് മറുപടി പറഞ്ഞു, ഞാനൊരു യാത്രക്കൊരുങ്ങുകയാണ്, ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടാൻ പറ്റില്ല. തങ്ങൾ സൗമ്യമായി ചോദിച്ചു, ആയിക്കോട്ടെ, ഇനി എന്താ തിരിച്ചു വരുന്നത്? ബീവി പറഞ്ഞു, ഇനി ഖിയാമത്ത് നാളാകാതെ മടങ്ങി വരികയില്ല. ഉടനെ പരിഭ്രമത്തോടെ വീണ്ടും തങ്ങൾ ചോദിച്ചു, ബീവിക്ക് ഇതൊക്കെ ആരാണ് പറഞ്ഞു തന്നത്? ബീവി വീണ്ടും മറുപടി പറഞ്ഞു, ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ ഉപ്പയെ കണ്ടു, അവിടുന്ന് എന്നോട് കാണണമെന്ന് പറഞ്ഞു, ഒപ്പം ഞാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. ഇതും പറഞ്ഞ് ബീവി കണ്ണുനീരൊഴുക്കി കരയാൻ തുടങ്ങി. കൂടെ അലിയാർ തങ്ങളും പൊട്ടി കരഞ്ഞു. ചരിത്രത്തെ പോലും കണ്ണുനീരിൽ കുതിർത്തിയ ആ ദിവസം ഇന്നായിരുന്നു. നാഥൻ അവരോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫർദൗസിൽ ഒരുമിപ്പിക്കട്ടെ.